അതിരപ്പിള്ളിയിലെ മുറിവേറ്റ ആനയെ കണ്ടെത്താനാകാതെ ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരഞ്ഞെങ്കിലും ആനയെ കണ്ടെത്താനായില്ല. നാളെയും ദൗത്യം തുടരും. എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ പ്രതിയെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. മാള കുറ്റിപ്പുഴക്കാരൻ മുഹമ്മദ് ഹസനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. അപകടം പതിയിരിക്കുന്ന പൊതുമരാമത്ത് റോഡരികിലെ കാനകൾക്ക് മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ച് അപകടരഹിതമാക്കണമെന്ന് പരാതികൾക്ക് നടപടിയാകുന്നു. മാളക്കുളത്തിന് സമീപമാണ് കാനകൾ തുറന്നു കിടക്കുന്നത്. പൊതുപ്രവർത്തകൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് നടപടി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അതിരപ്പിള്ളിയിലെ മുറിവേറ്റ ആനയെ കണ്ടെത്താനാകാതെ ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരഞ്ഞെങ്കിലും ആനയെ കണ്ടെത്താനായില്ല. നാളെയും ദൗത്യം തുടരും. ഇന്നലെ ഉൾക്കാട്ടിലേക്ക് കയറിയ ആനയ്ക്കായി 6 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു തിരച്ചിൽ. ഡ്രോൺ ഉപയോഗിച്ചും പരിശോധന നടത്തി. 1-ാം ബ്ലോക്ക്, 3-ാം ബ്ലോക്ക്, തടിമുറി, വാടാമുറി, ഫാക്ടറി ഡിവിഷൻ 17 ബ്ലോക്ക്, കശുമാവിൻ തോട്ടം, ചാലക്കുടി പുഴത്തീരം, എലിച്ചാണി, പറയാൻപാറ, കുളിരാൻ തോട് എന്നീ ഭാഗങ്ങളിലായിരുന്നു പരിശോധന. അനാരോഗ്യമുള്ളതിനാൽ ചെറിയ അളവിലെ മരുന്ന് ഉപയോഗിക്കാനാകൂ. അപകടം പതിയിരിക്കുന്ന പൊതുമരാമത്ത് റോഡരികിലെ കാനകൾക്ക് മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ച് അപകടരഹിതമാക്കണമെന്ന പരാതിക്ക് നടപടിയാകുന്നു. കൊടകര കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ മാളക്കുളത്തിന് സമീപമാണ് റോഡിന് ഇരുവശവും അപകടത്തിന് വഴിയൊരുക്കുന്ന കാനകൾ തുറന്നു കിടക്കുന്നത്. പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് നൽകിയ പരാതിയിലാണ് നടപടി. കൊടകര കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ മാളക്കുളത്തിന് സമീപമാണ് റോഡിന് ഇരുവശവും അപകടത്തിന് വഴിയൊരുക്കുന്ന കാനകൾ തുറന്നു കിടക്കുന്നത്. റോഡിന്റെ വീതി കുറഞ്ഞ വളവിനോട് കൂടിയ ഈ ഭാഗത്ത് നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. 2 വാഹനങ്ങൾ ഇരുദിശയിൽ വരുമ്പോൾ റോഡിന് വീതി കുറവായതിനാൽ കാൽനടയാത്രക്കാർ ഈ കാനയിൽ വീഴുന്നതായി പരാതിയുണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ റോഡിന്റെ വീതി കുറവും ടാറിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന കാനയും കൂടുതൽ അപകടത്തിന് വഴിയൊരുക്കിയിരുന്നു. കാന പൊടിച്ച് റോഡ് നിരപ്പിൽ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ച് പുനർനിർമ്മിക്കുന്നതിന് അടിയന്തര പ്രാധാന്യം നൽകി എസ്റ്റിമേറ്റ് തയ്യാറാക്കി അനുമതിക്കായി നൽകിയിട്ടുണ്ടെന്നും നിലവിൽ ഈ ഭാഗത്തെ അപകട സാധ്യത ഒഴിവാക്കുന്നതിനായി റണ്ണിംഗ് കോൺട്രാക്ട് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി ഡിലിനിയേറ്റർ സ്ഥാപിക്കുന്നതിന് കരാറുകാരന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും തിരുവനന്തപുരം ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാൻഡി ജോസഫ് തട്ടകത്തിന് നൽകിയ കത്തിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം ഡിലിനിയേറ്റർ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മീഡിയ ടൈം, മാള. ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ ദേശീയ മൃഗമായ കങ്കാരുവിനെ പോലും കൊലപ്പെടുത്താൻ അനുമതി നൽകുക വഴി വന്യമൃഗങ്ങളുടെ എണ്ണം വനവിസ്തൃതിക്കനുസരിച്ച് നിജപ്പെടുത്തി ജനങ്ങളെ സംരക്ഷിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് വന്യമൃഗങ്ങൾ പെരുകുന്നത് തടയാൻ വംശവർദ്ധനവ് നിയന്ത്രിക്കുന്നതിനടക്കമുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് ബിനോയ് തോമസ് പറഞ്ഞു. കേരളത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന വന്യമൃഗാക്രമണങ്ങൾ ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് തടസ്സമായിരിക്കുകയാണെന്നും കർഷകർക്ക് കൃഷി ഇറക്കാനും തോട്ടം തൊഴിലാളികൾക്ക് ജോലി ചെയ്യാനും ഒരു തരത്തിലും കഴിയാത്ത സാഹചര്യമാണെന്നും ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പൗരന് നൽകുന്ന സംരക്ഷണം ഇതുവഴി നഷ്ടമാകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വന്യമൃഗങ്ങളെ കൃഷിയിടത്തിൽ ഇറക്കിയും കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയില്ലാതാക്കിയും ഭൂമിയുടെ മേൽ അനാവശ്യമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നും കർഷകർക്ക് കൃഷി ഇറക്കാൻ കഴിയാത്ത സാഹചര്യമൊരുക്കി സംസ്ഥാനത്തെ സമ്പൂർണ്ണമായി വനമാക്കുന്നതിനാണോ അധികാരികൾ ശ്രമിക്കുന്നതെന്ന് സംശയിക്കേണ്ട സാഹചര്യമാണെന്നും ബിനോയ് തോമസ് പറഞ്ഞു. ചാലക്കുടി മേഖലയിലെ വന്യമൃഗശല്യം മൂലം പൊറുതിമുട്ടിയ നായാട്ടുകുണ്ട്, ചൊക്കന, കാലിക്കടവ്, മലമ്പതി, മുപ്ലി, കോടശ്ശേരി, പരിയാരം മേഖലകളിലെ 100 കണക്കിന് കർഷകരും തോട്ടം തൊഴിലാളികളും ചേർന്ന് ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ സമരസമിതി ചെയർമാൻ ജോർജ് മനാട്ടുകാലയിൽ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ കിസാൻ മഹാസംഘ് നാഷണൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് KV ബിജു, KK മുഹമ്മദ് അലി, ഉണ്ണീൻ വില്ലൻ, ജോയ് PT, ചന്ദ്രൻ കാരിക്കടവ്, പ്രകൃതി മൂപ്പൻ, ശ്യാം KV, CB കുഞ്ഞുമുഹമ്മദ് എന്നിവർ സംസാരിച്ചു. തൃശൂർ കാഞ്ഞാണി റോഡിൽ നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകത മൂലം നിരന്തരമായ കുടിവെള്ള വിതരണ പൈപ്പുകൾ പൊട്ടുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. തൃശൂർ കോർപ്പറേഷൻ സിവിൽ സ്റ്റേഷൻ ഡിവിഷൻ കാഞ്ഞാണി റോഡ് ഔട്ട്പോസ്റ്റ് ജംഗ്ഷനിൽ
കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടിയത് ശരിയാക്കാൻ നടപടി സ്വീകരിക്കാത്ത കേരള വാട്ടർ അതോറിറ്റിയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും നിലപാടിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് അയ്യന്തോൾ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഔട്ട് പോസ്റ്റ് ജംഗ്ഷനിൽ പൈപ്പ് പൊട്ടിയ സ്ഥലത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഒരു വർഷത്തിൽ കൂടുതലായി പൈപ്പ് പൊട്ടി കുടിവെള്ളം ഒഴുകിപ്പോകുന്നു. പലതവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടും പൊട്ടിയ പൈപ്പ് പ്രവർത്തനയോഗ്യമാക്കാതെ വാട്ടർ അതോറിറ്റിയും PWDയും പരസ്പരം പഴിചാരി പൊതുജനങ്ങളെ കബളിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി A. പ്രസാദ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് അയ്യന്തോൾ മണ്ഡലം പ്രസിഡന്റ് ശ്രീരാം ശ്രീധർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് K. സുമേഷ്, സുനിത വിനു, ഹരിത് B. കല്ലുപാലം എന്നിവർ പ്രസംഗിച്ചു. 140 കിലോ കഞ്ചാവ് കേസിൽ ശിക്ഷിക്കപ്പെട്ട് പരോളിലിറങ്ങി ഒളിവിൽ പോയ കൊടും ക്രിമിനൽ പിടിയിലായത് 2 വർഷത്തെ ഒളിവ് ജീവിതത്തിനിടയിൽ 2020 മീൻവണ്ടിയിൽ കടത്തിയ 140 കിലോ കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും വിധിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട് പരോളിലിറങ്ങി 2 വർഷത്തോളമായി ഒളിവിലായിരുന്ന പ്രതി ആലുവ തായിക്കാട്ടുകര സ്വദേശി കരിപ്പായി വീട്ടിൽ ഷഫീഖിനെയാണ് ചാലക്കുടി DYSP K. സുമേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 2020 ഓഗസ്റ്റ് 12-നാണ് ചാലക്കുടി കോടതി ജംഗ്ഷന് സമീപം കഞ്ചാവ് പിടികൂടിയത്. അന്ന് ഡ്രൈവർ അരുൺകുമാറിൽ നിന്നാണ് ഷഫീഖിനെ കുറിച്ചുള്ള വിവരം കിട്ടിയത്. വിസ്താരത്തിനൊടുവിൽ ഷഫീഖിനെയും കൂട്ടാളികളെയും തൃശൂർ അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയവേ ഏതാനും നാളുകൾക്കകം ഇയാൾ പരോളിലിറങ്ങി ഒളിവിൽ പോകുകയായിരുന്നു. ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഒളിവിൽ കഴിയുകയായിരുന്ന ഷഫീഖിനെ ആലുവയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. പോലീസ് സംഘത്തെ കണ്ട് കാർ വെട്ടിച്ച് അമിത വേഗത്തിൽ പാഞ്ഞ ഷഫീഖിനെ ആലുവ പോലീസ് അടക്കമുള്ളവർ അതിസാഹസികമായാണ് പിടികൂടിയത്. ആക്രമണവും മോഷണവും അടക്കം ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് അറിയിച്ചു. SI സ്റ്റീഫൻ, VG സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, ASI VU സിൽജോ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ AU റെജി, MJ ബിനു, ഷിജോ തോമസ് എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ നഗരസഭയിൽ വേസ്റ്റ് ഇറാഡിക്കേഷൻ ഡ്രൈവിന് തുടക്കമായി. പൊതുജനങ്ങളെയും സ്കൂൾ വിദ്യാർത്ഥികളെയും റെസിഡൻസ് അസോസിയേഷനുകളും സർക്കാർ ഓഫീസുകളെയും ഉൾപ്പെടുത്തിയുള്ള പരിപാടിയുടെ നഗരസഭാ ഉദ്ഘാടനം ചെയർപേഴ്സൺ TK ഗീത നിർവഹിച്ചു. ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും വേസ്റ്റ് ചെയർപേഴ്സൺ ഏറ്റുവാങ്ങി. ഇലക്ട്രോണിക് വേസ്റ്റുകൾ സ്കൂളുകളും ഓഫീസുകളും കേന്ദ്രീകരിച്ച് ശേഖരിക്കുവാനും പരമാവധി ഇലക്ട്രോണിക്സ് വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്യുകയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. ഹരിതകർമ്മസേന വർഷത്തിൽ 2 തവണ വീടുകളിൽ നിന്ന് ഇലക്ട്രോണിക്സ് വേസ്റ്റുകൾ ശേഖരിക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ LC പോൾ, KS കൈസാബ്, HI അബീഷ് ആന്റണി, വാർഡ് കൗൺസിലർ ഗീത റാണി, സ്കൂൾ പ്രധാന അധ്യാപകൻ സുനിൽ, SMC ചെയർമാൻ ഉണ്ണി പണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. ഇനി മറ്റു വാർത്തകളിലേക്ക്. എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ പ്രതിയെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. മാള കുറ്റിപ്പുഴക്കാരൻ മുഹമ്മദ് അസിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. വടമ എക്സൈസ് റേഞ്ച് ഓഫീസ് ഗ്രേഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പ്രിൻസിനും എക്സൈസ് ലഹരിയുടെ ഉപയോഗവും വിപണനവും തടയുന്നതിന്റെ ഭാഗമായി ജനുവരി 21-ന് നടത്തിയ പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ പുത്തഞ്ചിറ കണ്ണിക്കുളങ്ങര പ്രദേശത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇരുചക്ര വാഹനത്തിലിരുന്ന 4 യുവാക്കളെ ചോദ്യം ചെയ്ത എക്സൈസ് ഉദ്യോഗസ്ഥരെ പ്രതികൾ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് എക്സൈസ് ഉദ്യോഗസ്ഥന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാള പോലീസ് കേസെടുത്ത് അന്വേഷണത്തിൽ പ്രതികളിൽ ഒരാളായ മുഹമ്മദ് അസിനെ പിടികൂടുകയായിരുന്നു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി സബ് ഇൻസ്പെക്ടർ ശ്രീനി, GSI ജസ്റ്റിൻ, GASI നജീബ്, പോലീസ് ഉദ്യോഗസ്ഥരായ ദിബീഷ്, സനീഷ്, രാഗിൻ എന്നീ പോലീസ് ഉദ്യോഗസ്ഥരാണ് മേൽപ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത്. മുഹമ്മദ് അസീൻ മുൻപും കഞ്ചാവ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്.
ചാലക്കുടി വാട്ടർ അതോറിറ്റി സബ് ഡിവിഷന് കീഴിലുള്ള ഉപഭോക്താക്കൾക്കായി അദാലത്ത് സംഘടിപ്പിച്ചു. റവന്യൂ റിക്കവറി നേരിടുന്ന ഉപഭോക്താക്കൾക്കായാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. 165ഓളം അപേക്ഷകൾ അദാലത്തിൽ പരിഗണിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AK വാസുദേവന്റെ നേതൃത്വത്തിലായിരുന്നു അദാലത്ത് നടത്തിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവം മാള ഹോളി ഗ്രേസിൽ ജനുവരി 24 മുതൽ 28 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വലിയൊരു സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും അവസരത്തിലേക്ക് മാളയോടൊപ്പം ഹോളി ഗ്രേസും കടക്കുകയാണ്. കാരണം വലിയൊരു സ്വപ്നമായിരുന്നു ഇത്ര കേരളത്തിൽ നടക്കുന്ന ഏറ്റവും നിലവാരം കൂടിയ കലാമത്സരങ്ങൾ സ്കൂൾ കലോത്സവങ്ങളിലും യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലുമാണ് നടക്കുക. അതിന് നേരിട്ട് സാക്ഷികളാകുക, അതിന് ആതിഥ്യം കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു അംഗീകാരമായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മളതിനുള്ളൊരു അപേക്ഷ യൂണിവേഴ്സിറ്റിയിലേക്ക് വെച്ചിരുന്നു. അപ്പോൾ അപേക്ഷകൾ അവർ പരിഗണിച്ചു, സൗകര്യങ്ങൾ പരിഗണിച്ച് ഹോളി ഗ്രേസിനെ അതിനുവേണ്ടി തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അത് മാളയുടെ തന്നെ വലിയൊരു നേട്ടമായിട്ട് അവതരിപ്പിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കേരളത്തിന്റെ ഒരു സാംസ്കാരിക ഭൂപടത്തിൽ ഇനി മാള ശ്രദ്ധിക്കപ്പെടും, മാള അറിയപ്പെടും. കാരണം ഇത്രയും വലിയൊരു കലോത്സവം നമ്മുടെ ക്യാമ്പസിൽ വെച്ച് മാളയിൽ വെച്ച് നടക്കുകയാണ്. ഇപ്പോൾ തന്നെ 500ഓളം കുട്ടികൾ പല ക്യാമ്പസിലുള്ള യൂണിയൻ അംഗങ്ങൾ ഇതിന്റെ ആസൂത്രണം ഏറ്റെടുത്ത് 1 മാസത്തോളമായി അവരതിന്റെ ഒരുക്കങ്ങൾ നടത്തുന്നു. 100ൽ പരം ഇനങ്ങളിൽ 2500ഓളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തൃശൂർ ജില്ലയിലുള്ള 90ഓളം കോളേജുകൾ ചേർന്നതാണ് ഡിസോൺ. രചനാ മത്സരങ്ങൾക്കായി 18 വേദികളും പ്രകടന മത്സരങ്ങൾക്കായി ആധുനിക സൗകര്യങ്ങളോടെ 5 വേദികളുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ജനുവരി 26 ഞായറാഴ്ച കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കും. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഹോളി ഗ്രേസ് ആർട്സ് കോളേജ് സെക്രട്ടറി ആന്റണി മാളിയക്കൽ, ഡോക്ടർ സുരേഷ് ബാബു, അൽ റസീം, ഡോക്ടർ ജിയോ, ബേബി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ ഗോൾഡൻ മെമ്മറീസ് 1983-84 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ദേശീയ സംസ്ഥാന തലത്തിൽ വിജയികളായ കായിക താരങ്ങളെ ആദരിച്ചു. ഫിഫ വേൾഡ് കപ്പ് അക്കോമഡേഷൻ മാനേജർ വർഗീസ് എടാട്ടുകാരൻ വിജയികളായ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. നമ്മളുടെ ഈ സരസ്വതി ക്ഷേത്രം എന്ന് പറയാം അല്ലേ, അല്ലെങ്കിൽ നമ്മളുടെ വിദ്യാലയം നാളെയുടെ വാഗ്ദാനങ്ങളെ പണിതെടുക്കുന്ന ഈ സരസ്വതി ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഒത്തിരി പഴയ ഓർമ്മകൾ ഓടിയെത്തുകയാണ്. ഇതേ ഗ്രൗണ്ടിൽ നിന്നാണ് ഞങ്ങളെല്ലാവരും വളർന്നത്. ഈ സ്കൂളാണ് ഞങ്ങളെ വാർത്തെടുത്തത്. അത് നിങ്ങളോട് പറയാനും നിങ്ങളെല്ലാവരും നാളെയുടെ വാഗ്ദാനങ്ങളായി മാറണമെന്ന് അഭ്യർത്ഥിക്കാനും അതിനായി കഠിനാധ്വാനം ചെയ്യണമെന്നും നിങ്ങളെ അറിയിക്കുവാൻ കൂടിയാണ് ഞാൻ ഈ നിമിഷം വിനിയോഗിക്കുന്നത്. ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക്, കമ്മിറ്റ്മെൻറ്റ്, ഡെഡിക്കേഷൻ, പാഷൻ. നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ ഇതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാം. അതിനായി താൻ പാതി ദൈവം പാതി. പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, പ്രാർത്ഥനയോടൊപ്പം കഠിനാധ്വാനവും കൂടിയാകുമ്പോൾ നമുക്ക് അനായാസം വിജയങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുവാനാണ് ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നത്. ജില്ലാതല വിജയികൾക്ക് ഐഷാഫയും മിനി എടാട്ടുകാരൻ ജേഴ്സികൾ സമ്മാനിച്ചു. ചടങ്ങിൽ വിദ്യാലയത്തിന്റെ പുനർനിർമ്മാണത്തിനായി ഗോൾഡൻ മെമ്മറീസ് ബാച്ചിന്റെ സംഭാവന കൈമാറി. സ്കൂൾ മാനേജർ ജോർജ് പാറമേൻ സംഭാവന സ്വീകരിച്ചു. പ്രധാന അധ്യാപിക KP റീന, OSA പ്രതിനിധി ആരിഫ് കോറോദ്, അധ്യാപക പ്രതിനിധി വിൽസൺ മാമ്പിളി എന്നിവർ സംസാരിച്ചു. അന്നമനട എരയാംകുടി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. കാഴ്ച ശീവേലി, ചുറ്റുവിളക്ക്, നിറമാല, തായമ്പക, കളമെഴുത്തും പാട്ടും എന്നിവ നടന്നു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു.
കൊടകര പുത്തുകാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ നടന്ന ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കൽ ചടങ്ങിൽ ഗജരാജൻ പാമ്പാടി രാജൻ ഭഗവതിയുടെ തിടമ്പേറ്റി. തുടർന്ന് നടന്ന പഞ്ചാരി മേളത്തിനും കലാനിലയം ഉദയൻ നമ്പൂതിരി നേതൃത്വം നൽകി. എഴുന്നള്ളിപ്പ്, മേജർ സെറ്റ് പഞ്ചവാദ്യം, പാണ്ടിമേളം, കുടമാറ്റം എന്നിവ നടന്നു. കൊടുങ്ങല്ലൂർ ശാസ്താംപിടം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴി ശിലവിരിക്കുന്ന പ്രവൃത്തിക്ക് തുടക്കമായി. ഗിരീഷ് തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം തൃശൂർ വിഭാഗ് സംഘ് ചാലക് KS പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ശാസ്താംപിടം ട്രസ്റ്റ് കൂട്ടായ്മയുടെ സമർപ്പണമായി നടത്തിയ പരിപാടിയിൽ ട്രസ്റ്റ് പ്രസിഡന്റ് ഗിരീഷ്, സെക്രട്ടറി MN ഉണ്ണികൃഷ്ണൻ, ട്രഷറർ ഷാജി, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് EK വേണു, സെക്രട്ടറി KS അജിത്, ട്രഷറർ NS പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു. അഴീക്കോട് മാർത്തോമ ഇംഗ്ലീഷ് മീഡിയം UP സ്കൂളിൽ 51ാം വാർഷിക ദിനം ആഘോഷിച്ചു. കൊടുങ്ങല്ലൂർ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് BK രാജു വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ വിനയ ബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് PK ശ്യാംകുമാർ കുട്ടികളുടെ പത്രക്കുറിപ്പ് പ്രകാശനം ചെയ്തു. കൊടുങ്ങല്ലൂർ അസിസ്റ്റന്റ് വിദ്യാഭ്യാസ ഓഫീസർ മൊയ്തീൻ പുളത്ത് മുഖ്യാതിഥിയായിരുന്നു. എഴുത്തുകാരൻ ബിജു ദാസ് എറിയാട് വിജയികളെ ആദരിച്ചു. അഴീക്കോട് മാർത്തോമ പൊന്തിഫിക്കൽ ദേവാലയം റെക്ടർ ഫാദർ സണ്ണി പുന്നേലിപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ജോയ് പെരേപ്പാടൻ, ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റോസ്ലീന, AM സജിത എന്നിവർ സംസാരിച്ചു. ആളൂർ സെന്റ് ജോസഫ് ദേവാലയത്തിലെ അങ്ങാടിയമ്പ് മഹോത്സവം 27 തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 25, 26, 27 തീയതികളിൽ നടക്കുന്ന തിരുനാളിന്റെ ഭാഗമായാണ് 27-ലെ അങ്ങാടിയമ്പ് നടക്കുക. 27 രാവിലെ 8 മണിക്ക് അങ്ങാടിയമ്പ് പള്ളിയിൽ നിന്നും പുറപ്പെടും. 4:45 ഇവ യഥാക്രമം മാള വഴിയിലും ആളൂർ ഫെസ്റ്റിവൽ ഗ്രൗണ്ടിലും എത്തും. 7:15 ലതീഞ്ഞിന് ശേഷം അങ്ങാടിയമ്പ് പ്രദക്ഷിണം സെന്റ് മേരീസ് കുരിശുപള്ളിയിൽ നിന്ന് തുടങ്ങി സെന്റ് ജോസഫ് പള്ളിയിൽ എത്തിച്ചേരും. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർമാരായ ബിൻഡോ മാളിയേക്കൽ, നൈജു ഊക്കൻ, പോളി തുണ്ടിയിൽ, ബിജു കറമ്പൻ, ഷിജു പൗലോസ്, സിജോ മഞ്ഞളി, BP ജോസ്, ആന്റണി കൈനാടത്ത് പറമ്പിൽ എന്നിവർ അറിയിച്ചു. വെള്ളിക്കുളങ്ങര ഹോളി ഫാമിലി ദേവാലയത്തിൽ പരിശുദ്ധ തിരുക്കുടുംബത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി. ഇരിഞ്ഞാലക്കുട രൂപത വികാരി ഫാദർ വിൽസൺ ഈരത്തറ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ ബെന്നി ചെറുവത്തൂർ, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് പോളി ജോസഫ്, കൈക്കാരന്മാരായ ജോസഫ് തോമസ് കളമ്പാടൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ജനുവരി 25, 26 ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. അതിരപ്പിള്ളിയിലെ മുറിവേറ്റ ആനയെ കണ്ടെത്താനാകാതെ ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരഞ്ഞെങ്കിലും ആനയെ കണ്ടെത്താനായില്ല. നാളെയും ദൗത്യം തുടരും. എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ പ്രതിയെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. മാള കുറ്റിപ്പുഴക്കാരൻ മുഹമ്മദ് ഹസനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. അപകടം പതിയിരിക്കുന്ന പൊതുമരാമത്ത് റോഡരികിലെ കാനകൾക്ക് മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ച് അപകടരഹിതമാക്കണമെന്ന് പരാതികൾക്ക് നടപടിയാകുന്നു. മാളക്കുളത്തിന് സമീപമാണ് കാനകൾ തുറന്നു കിടക്കുന്നത്. പൊതുപ്രവർത്തകൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് നടപടി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.